സിൻഡിക്കേറ്റിലേക്കുള്ള 12 സീറ്റുകളിൽ 3 സീറ്റുകളിൽ ഇടത് പ്രതിനിധികൾ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കിയുള്ള 9 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 6 സീറ്റുകളിൽ ഇടത് പ്രതിനിധികൾ വിജയിച്ചു. ബിജെപിയും കോൺഗ്രസും നടത്തിയ പരസ്പര പൂരകമായ പാരസ്പര്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഈ സർവകലാശാലയിൽ ഒരു നെറികേടാണ് ഇവിടെ രണ്ട് ശക്തികളും നടത്തിയത്. ബിജെപി പ്രതിനിധികളായി PS ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാർ TG വിജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് സിൻഡിക്കേറ്റിലേക്ക് BJP അംഗങ്ങൾ വിജയിക്കുന്നത്. ഇതൊരു ചരിത്രമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രത്യേകിച്ച് കലാലയങ്ങളിലും സർവകലാശാലകളിലും നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള ധാർമ്മികമായ വിജയമാണ് ഇത് എന്ന് അസന്നിഗ്ധമായിട്ട് ഈ സമയത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് അഹമ്മദ് ഫൈസലാണ് വിജയിച്ചത്. രാവിലെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ടെണ്ണാൻ പറ്റില്ലെന്ന് വൈസ് ചാൻസലർ തീരുമാനിച്ചത് തർക്കത്തിനിടയാക്കി. കോടതിയിൽ നിന്ന് വിധി വന്ന ശേഷമേ വോട്ടെണ്ണൽ തുടങ്ങാൻ കഴിയൂ എന്നായിരുന്നു VCയുടെ നിലപാട്. തുടർന്ന് ഹൈക്കോടതി വിധി ലംഘിച്ചുവെന്നാരോപിച്ച സെനറ്റ് അംഗങ്ങൾ VC ഉപരോധിച്ചു. ഇതിനിടെ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് പോലീസ് തടഞ്ഞു. തുടർന്ന് ഉന്തും തള്ളുമായി. സർവകലാശാല പ്രധാന കവാടത്തിന് മുന്നിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്നു. 97 അംഗ സെനറ്റിൽ 96 പേർ വോട്ട് രേഖപ്പെടുത്തി. ഹൈക്കോടതിയെ സമീപിച്ച 15 പേരുടെ വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും സീൽ ചെയ്ത് സൂക്ഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. വോട്ടെണ്ണൽ പൂർത്തിയാക്കി ആഹ്ലാദ പ്രകടനത്തിനിടയിലും സംഘർഷ സാധ്യത നിലനിന്നു. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം മുഴക്കി. ഒടുവിൽ BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞുപോയതോടെയാണ് അന്തരീക്ഷം ശാന്തമായത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.